അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി അലാമത്തുൽ ഇറാബി അസ്ലിയ വൽ ഫർഇയ്യ ഫിൽ ഇസ്മി ഈ ഭാഗമാണ് വായിച്ചു നോക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഇസ്മിൽ അസ്ലിയായതും ഫർഇയായ ഇറാബിൻ്റെ അടയാളങ്ങൾ. ഇവിടെ ഈ കോളത്തിൽ കൊടുത്തിട്ടുള്ളത് ഹാലത്തുൽ ഇറാബിയായ അവസ്ഥ എന്നാണ്. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കൊടുത്തത് അൽ ആമിലു. ആമിൽ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കാരണത്താലാണ് ഈ ഇറാബ് വന്നിട്ടുള്ളത്, ആ ഏജൻറ്റ്, അതാണ് ആമിൽ. പിന്നെ അൽ ഇസ്മു ദുൽ അലാമത്തിൽ ഇറാബിൽ അസ്ലിയത്തു, അസ്ലിയായ ഇറാബിൻ്റെ അടയാളങ്ങളുള്ള ഇസ്മ. എന്നിട്ട് അത് ജം മുഅന്നസ് സാലിം കൊടുത്തിട്ടുണ്ട്, മുസന്ന കൊടുത്തിട്ടുണ്ട്, ജം മുദക്കർ സാലിം കൊടുത്തിട്ടുണ്ട്, മംനൂ മിന സർഫ് കൊടുത്തിട്ടുണ്ട്, അസ്മാഉൽ ഖംസത്തി കൊടുത്തിട്ടുണ്ട്, അസ്മാഉൽ ഖംസത്തു. എന്നിട്ട് അതിൻ്റെ അടിയിൽ റഫിൻ്റെ അലാമത്തു റഫിൻ്റെ അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലൊമ്മ അലിഫ്, അതിന് മുകളിലുള്ളതിൻ്റെ ഉത്തരവാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നെസ്ബ്, അതിന് ശേഷം അലാമത്തു നെസ്ബ്. ഇനിയുള്ള മജ്റൂർ ജർ, അലാമത്തു ജർ. ഒന്നാമത്തെ നോക്കാം. ജാ വന്നു, വന്നു. ജാ അൽ അബ്നാഉ, ആൺമക്കൾ വന്നു. കണ്ടോ, ആമിൽ ആരാണ്? ജാ അൽ അബ്നാഉ, ആൺമക്കൾ വന്നു, ആൺകുട്ടികൾ വന്നു. ഇവിടെ എങ്ങനെ വന്നിട്ടുള്ളത്? ജാ ഫിഅലുൻ മാളിൻ മബ്നിൻ അലൽ ഫതഹിൻ. അബ്നാഉ ആണ് ഫാഇൽ. ഇവിടെ അബ്നാഉ ആണ് ഫാഇൽ. ഫാഇലിൻ്റെ അലാമത്തു റഫ്ഇഹി, അവിടെ ഫായിലാണല്ലോ, അവിടെ റഫിൻ്റെ അടയാളം അതിൻ്റെ അടിയിൽ അബ്നാഉ എന്നതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അൽ ദൊമ്മത്തു, ദൊമ്മയാണ് റഫിൻ്റെ അടയാളം. ഇനി ഈ ജാ അൽ വൽ ബനാത്തു, പെൺകുട്ടികൾ വന്നു. അൽ ബനാത്തു എന്ന് പറയുമ്പോൾ അത് എന്താണ്? അസ്ലിയായ അടയാളമാണ്. അൽ അബ്നാഉ എന്നത് അസ്ലിയായ അടയാളമാണ്. ഇനി അൽ ദൊമ്മത്ത് വൽ ബനാത്തു, പെൺകുട്ടികൾ വന്നു, അത് ജംഉ മുഅന്നസി സാലിമാണ്. അപ്പോൾ അവിടെ എന്തായിരുന്നു? അതും റഫിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് റഫിൻ്റെ അടയാളം അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അൽ ദൊമ്മത്തു, അതും അസ്ലിയായ അടയാളമാണ്. ഇനി ജാ അൽ വാലിദാനി, വാലിദാനി മുസന്നയാണത്. വാലിദാനി, വാലിദുൻ, വാലിദാനി, രണ്ട് ഇത് അല്ലെങ്കിൽ പാരൻസ് എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കാം. അവിടെ ജംഉ മുഅന്നസ് മുസന്നയാണ്, അതിൽ മുസന്നയാണ് അവിടെ റഫിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ അത് ഫർഇയായ അടയാളമാണ്, കാരണം റഫിൻ്റെ അടയാളം അലിഫാണ്. അത് ഫർഇയായ അടയാളമാണ്. മുസന്ന റഫ് ചെയ്യുന്നത് അലിഫിലാണ്. അപ്പോൾ അൽ വാലിദാനി ഫായിലുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽ അലിഫു ലിഅന്നഹു മുസന്ന, ഫർഇയായ അടയാളമാണ്. ഇനി വൽ അഖ്റബൂന, അടുത്ത കുടുംബക്കാർ, അടുത്തവർ എന്നുള്ള അർത്ഥത്തിലാണ്. അത് ജംഉ മുദക്കരി സാലിമാണ്, ജംഉ മുദക്കരി സാലിമാണ്. ജാ അൽ അഖ്റബൂന, അവിടെ വാവു കൊണ്ടാണ് റഫ് ചെയ്തിട്ട്. അൽ അഖ്റബൂന ഫായിലുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽ വാവു ലിഅന്നഹു ജംഉ മുദക്കരി സാലിം, ജംഉ മുദക്കർ സാലിം റഫ് ചെയ്തിരിക്കുന്നത് വാവു കൊണ്ടാണ്. ഇനി നോക്കിയേ, ജാ ഇബ്രാഹീമു, ഇബ്രാഹിം വന്നു. മംനൂ മിന സർഫാണ്, പക്ഷേ മംനൂ മിന സർഫ് റഫ് ചെയ്യുമ്പോൾ ദമ്മ കൊണ്ടാണ്, അസ്ലിയായ അടയാളമാണ്, അവിടെ ഫർഇല്ല. ഇനി നോക്കിയേ, ജാ അഹൂഹു, നിന്റെ സഹോദരൻ വന്നു. അഹു ഫായിലുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽ വാവു ലിഅന്നഹു മിൻ അസ്മാഇൽ ഖംസതി. കാണോ, അത് ഫർഇയായ അടയാളം. പേജ് കാണുന്നില്ല? പ്രസന്റിങ് ഓക്കെ അല്ല? ഓക്കെ, ശരി. ഒരാൾ പറഞ്ഞാൽ മതി, കേൾക്കാം, മനസ്സിലായിട്ടാ. പേജ് നമ്പർ 10 നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, അതാണ് എടുക്കേണ്ടത്. ഞാനെപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ പേജ് നമ്പർ നിങ്ങൾ അപ്ഡേറ്റഡ് ആവണം, അല്ലെങ്കിൽ ലേറ്റായിട്ട് വന്നിട്ടായിരിക്കാം ഈ സംശയങ്ങൾ വരുന്നത്. നെക്സ്റ്റ് വരിയിൽ കൊടുത്തിരിക്കുന്നത് നെസ്ബിൻ്റെ അടയാളം അൽ മൻസൂബു. റഅയ്തു, ഞാൻ കണ്ടു. ഇവിടെ ഫിഅലും ഫായിലും കഴിഞ്ഞു. ഇനി മഫ്ഊലുൻ ബിഹിയാണ്. റഅയ്തുൽ അബ്നാഅ, ആൺമക്കളെ ഞാൻ കണ്ടു, അല്ലെങ്കിൽ കുട്ടികളെ ഞാൻ കണ്ടു. അൽ അബ്നാഅ എന്നത് മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹ, ഫതഹയാണ് നസ്ബിൻ്റെ അടയാളം. അബ്നാഅ, അബ്നാഅ അസ്ലിയായ അടയാളമാണ്. റഅയ്തുൽ ബനാത്തി,
പെൺകുട്ടികളെ ഞാൻ കണ്ടു. ബനാത്തി കണ്ടോ, മഫൂലും ബിഹി മൻസൂബുൻ, നെസ്ബിൻ്റെ അടയാളം കെസ്റയാണ്, അത് ഫറഇയായ അടയാളമാണ്, അസ്ലിയല്ല. അസ്ലിയായ നെസ്ബിൻ്റെ അസ്ലിയായ അടയാളം ഫതഹയാണ്. ഇവിടെ ബനാത്തി എന്നാണ് വന്നിട്ടുള്ളത്, അത് കെസ്റ ഫറഇയായ അടയാളം ആണ്. അടുത്തത് റഅയ്തുൽ വാലിദൈനി, മാതാപിതാക്കളെ ഞാൻ കണ്ടു. വാലിദൈനി അവിടെ മുസന്ന നെസ്ബ് ചെയ്തിരിക്കുന്നത് യാ കൊണ്ടാണ്. കണ്ടോ, വാലിദൈനി മഫൂലു ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ യാഉ ലിഅന്നഹു മുസന്നയാണത്, അതുകൊണ്ടാണ് അവിടെ യാ കൊണ്ട് നെസ്ബ് ചെയ്തിരിക്കുന്നു. റഅയ്തുൽ അഖ്റബീന അടുത്ത ആൾക്കാരെ ഞാൻ കണ്ടു. അവിടെ മഫൂലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ യാഉ ലിഅന്നഹു ജംഉ മുദക്കർ സാലിമാണ്. അപ്പോൾ അത് ഫറഇയായ അടയാളമാണ്, അസ്ലിയല്ല. അസ്ലിയായ അടയാളമാണെങ്കിൽ എന്ത് വരണം? ഫതഹ വരണം. ഇവിടെ യാ കൊണ്ടാണ് നെസ്ബ് ചെയ്തിരിക്കുന്നത്, ജംഉ മുദക്കർ സാലിമായതുകൊണ്ട്. ഇനി നോക്കിയ റഅയ്തു ഇബ്രാഹിമ, ഇബ്രാഹിമിനെ ഞാൻ കണ്ടു. ഇബ്രാഹിം എന്നുള്ളത് മംനൂ മിന സർഫാണ്, പക്ഷെ അത് ഫതഹയിലാണ്, അതുകൊണ്ട് അത് അസ്ലിയാണ്, ഫറഇയല്ല. അസ്ലിയായ അടയാളമാണ് നെസ്ബിൻ്റെ അസ്ലിയായ അടയാളമാണ് ഫതഹ കൊണ്ട് നെസ്ബു ചെയ്യുക എന്നത്. റഅയ്തു അഹാഹു, നിന്റെ സഹോദരനെ ഞാൻ കണ്ടു. അഹാ മഫൂലും ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ അലിഫു ലിഅന്നഹു മിൻ അസ്മാഇൽ ഖംസതി, അത് ഫറഇയായ അടയാളമാണ്. അസ്മാഉൽ ഖംസ നെസ്ബ് ചെയ്യുന്നത് അലിഫ് കൊണ്ടാണ്, അത് ഫറഇയായ അടയാളമാണ്. ഇനി മജ്റൂർ ആവുമ്പോൾ നോക്കിയേ, സല്ലംതു അല, ഞാൻ സലാം പറഞ്ഞു. അലൽ അബ്നാഇ, അവിടെ കിസ്റയാണ്, അത് ജറിൻ്റെ അസ്ലിയായ അടയാളമാണ്, അസ്ലിയാണത്. ഇതൊക്കെ സല്ലംതു അലൽ ബനാത്തി, പെൺകുട്ടികളോട് ഞാൻ സലാം പറഞ്ഞു. അലൽ ബനാത്തി അവിടെയും അസ്ലിയാണ്, കെസ്റ കൊണ്ടാണല്ലോ, അസ്ലി അതാണല്ലോ, ജറിൻ്റെ അസ്ലിയായ അടയാളമാണ് അൽ കെസ്റ. സല്ലംതു അലൽ വാലിദൈനി, യാ കൊണ്ടാണ് അവിടെ ജറ് ചെയ്തിരിക്കുന്നത്, കാരണം മുസന്നയാണ് അല്ലേ. അവിടെ അൽ വാലിദൈനി ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജരിഹി അൽ യാഉ ലിഅന്നഹു മുസന്ന, ഫറഇയായ അടയാളമാണ്. സല്ലംതു അലൽ അഖ്റബീന, അഖ്റബീങ്ങളോട് ഞാൻ സലാം പറഞ്ഞു. അഖ്റബീന ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജർരിഹി അൽ യാഉ ലിഅന്നഹു ജംഉ മുദക്കരി സാലിമുൻ, യാ കൊണ്ട് ജറ് ചെയ്തത് ഫറഇയായ അടയാളമാണ്, അസ്ലിയല്ല. ഇനി നോക്കിയേ, സല്ലംതു അലാ ഇബ്രാഹീമ, ഇബ്രാഹിമിനോട് ഞാൻ സലാം പറഞ്ഞു. എന്തായിരുന്നു? ഇബ്രാഹീമ ജറ് ചെയ്തിരിക്കുന്ന ഫതഹ കൊണ്ടാ. ഇബ്രാഹീമ ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജർരിഹി അൽ ഫതഹ ലിഅന്നഹു മംനൂ മിന സർഫ്. കേട്ടോ, സല്ലംതു അലാ അഖീഹി, നിന്റെ സഹോദരനോട് ഞാൻ സലാം പറഞ്ഞു. അഖീ ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജർരിഹി അൽ യാഉ അത് ഫറഇയാണ് അല്ലേ, മിൻ അസ്മാഉൽ ഖംസത്തി. ശരി, അടുത്തത് കേട്ടോ. അപ്പോൾ ഇറാബു അസ്ലിയും ഫറഇയും നമ്മൾ മനസ്സിലാക്കുക. ഫറഇയും അസ്ലിയും നമ്മൾ അപ്പുറത്തെ പേജിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. ഇനി ഇറാബു തഖ്ദീരിയാണ്, സാങ്കല്പികമായ ഇറാബ്. ഇറാബ് നമ്മുടെ അടയാളങ്ങൾ ഫറഇ ആയതോ അസ്ലി ആയതൊന്നും അടയാളം കാണിക്കാൻ പറ്റാത്തതിന് നമ്മൾ പറയാം ഇറാബു തഖ്ദീരി എന്നാണ്, എസ്റ്റിമേറ്റഡ് ഡിക്ലനേഷൻ. നോക്കിക്കോളൂ, അൽ ഹാലത്തുൽ ഇറാബ്, ഇറാബിൻ്റെ അവസ്ഥ, സ്റ്റേറ്റ് ഓഫ് ഡിക്ലനേഷൻ. മർഫു അൽ ആമിൽ നോക്കിക്കോ, ജാ, ഇതിലൊക്കെ മുളാഫുൻ ഇലാ യാ ഇൽ മുത്തക്കല്ലിമി, മൂന്ന് തക്ദീരിയായ ഇറാബാണുള്ളത്. ഒന്ന് യാ മുത്തക്കല്ലിമിലേക്ക് ഇലാഫത്ത് ചെയ്യുന്നത്, മറ്റൊന്ന് മൻകൂസ്, മറ്റൊന്ന് മക്സൂർ. മൻകൂസ് എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ യാ വരും, തൊട്ട് മുന്നുള്ളതിന് കസ്ര വരും. മക്സൂർ എന്ന് പറഞ്ഞാൽ അലിഫുൻ മക്സൂറിൽ അവസാനിക്കുന്നത് കേട്ടോ. റഫിൻ്റെ അടയാളം നോക്കിയേ, ജാ വന്നു. ജാ സ്വദീഖി, എൻ്റെ കൂട്ടുകാരൻ വന്നു. ഓക്കെ, സദീഖി ഫായിലുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി, ഫായിലുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽ ദമ്മത്തുൻ അലിഫ് ലാം ഇടാം അല്ലേ, അല്ലെങ്കിൽ അലാമത്തു റഫ്ഇഹി ദമ്മത്തുൻ മുഖദ്ദറത്തുൻ അലാമാ ഖബല യാ ഇൽ മുത്തകല്ലിമി, അലാമാ ഖബല യാ ഇൽ മുത്തകല്ലിമി ലിമുനാസിബത്തിൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിടെ അലാമാ ഖബല യാ ഇൽ മുത്തകല്ലിം, യാ മുത്തകല്ലിമിലേക്ക്, യാ
മുത്തക്കലിമിൻ്റെ തൊട്ട് മുന്നുള്ള ലെറ്ററിനെ നമ്മളവിടെ ദൊമ്മ സങ്കല്പിക്കുകയാണ് ചെയ്യുക. സദീഖു എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ മതി, എഴുതാൻ പറ്റൂല. കാരണം എന്താ? കാരണം അതിന് അവിടെ എന്താ പറയുക, മുനാസിബായിട്ട് യോജിച്ച് ഹർക്കത്ത് കൊടുക്കണം. യാ മുത്തക്കലിമിന് യോജിച്ച് ഹർക്കത്ത് കൊടുക്കണം. അതുകൊണ്ടാണ് അവിടെ കെസറ വന്നിട്ടുള്ളത്. യാ മുത്തക്കലിമിലേക്ക് എന്ത് ഇത് ചെയ്യുമ്പോഴും അതിൻ്റെ തൊട്ടുമുള്ള ലെറ്ററിന്, യാ മുത്തക്കലിമിൻ്റെ തൊട്ടുമുന്നുള്ള ലെറ്ററിന് കെസറയെ വരുള്ളൂ. അവിടെ അതിന് യോജിച്ച് ഹർക്കത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ദൊമ്മ അവിടെ സങ്കല്പിക്കുകയാണ് ചെയ്യുക. ഇനി നോക്കിയേ, ജാ മൊഹാമി. മൊഹാമി എന്ന് പറഞ്ഞാൽ ലോയർ വന്നു. മൊഹാമി മൻകൂസാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? അൽ മൊഹാമി ഫായിലുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അദ്ദമ്മത്തുൽ മുഖദ്ദറത്തു ലിത്തഅദ്ദുരി അല്ല ലിസിക്കലി, ഭാരമാണല്ലോ, യാക്കിന് ഭാരമാണ്. അതുകൊണ്ട് നമുക്കവിടെ എന്ത് പറയാം? സിക്കലി, ഭാരം ഉള്ളത് കൊണ്ട് നമ്മൾ ഫായിലുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി ദമ്മത്തുൻ മുഖദ്ദറത്തുൻ അലാ ആഖിരിഹി അല്ലെങ്കിൽ അലൽ യാഇ ലിസിക്കലി, ഭാരം കൊണ്ട്. ഇനി നോക്കിക്കോളൂ, ജാ അൽ മുസ്തഫ വന്നു. മുസ്തഫ ഫായിലുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അലാമത്തു റഫ്ഇഹി ദമ്മത്തുൻ മുഖദ്ദറത്തുൻ അലാ ആഖിരിഹി ലിത്തഅദ്ദുരി. മുഖദ്ദറത്തുൻ അലാ ആഖിരിഹി ലിത്തഅദ്ദുരി. തഅദ്ദുറാണ്, കാരണം അലിഫ് ഹർക്കത്തിനെ സ്വീകരിക്കില്ല. അപ്പോൾ ഉദുറുണ്ട്, തഅദ്ദുറാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദമ്മത്തുൻ മുഖദ്ദറത്തുൻ. ഇനി നെസ്ബ് ചെയ്യുമ്പോൾ റഅയ്തു, ഞാൻ കണ്ടു. സ്വദീഖി, ഞാൻ നിൻ്റെ കൂട്ടുകാരനെ കണ്ടു. നെസ്ബിൻ്റെ അടയാളം കാണാൻ പറ്റില്ല. യാ മുത്തക്കലിമിലേക്ക് എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ നെസ്ബിൻ്റെ അസ്ലിയായ അടയാളമായ ഫതഹയൊന്നും അവിടെ വരില്ല. റഅയ്തു സ്വദീഖി മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തുൽ മുഖദ്ദറത്തുൻ അല്ലെ ഫതഹത്തുൻ മുഖദ്ദറത്തുൻ അലാമത്തു റഫ്ഇഹി ഫതഹത്തുൻ മുഖദ്ദറത്തുൻ അലാ മാ ഖബല യാഇൽ മുതകല്ലിമി വഹുവ മുളാഫ്. കണ്ടോ? സ്വദീഖി. ഇനി നോക്കിയ റഅയ്തു മുഹാമിയെ ഞാൻ കണ്ടു. വക്കീലിനെ ഞാൻ കണ്ടു. ഐ സോ ദ ലോയർ. വക്കീലിനെ ഞാൻ കണ്ടു. അവിടെ ഫതഹ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് അസ്ലിയായ അടയാളമാണ്. അൽ മുഹാമിയ മഫൂലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹ. പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നോക്കിയ റഅയ്തുൽ മുസ്തഫയെ ഞാൻ കണ്ടു. അവിടെ പക്ഷേ മുസ്തഫ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഫാക്ക് ഫത്തഹയില്ലേ എന്ന് തോന്നും. പക്ഷേ ലാസ്റ്റ് ലെറ്ററിൻ്റെ അല്ലെങ്കിൽ അന്ത്യസ്വരത്തിൻ്റെ അവസ്ഥയാണല്ലോ ഏറാബ് പറയണത്. അപ്പോൾ നമ്മളെങ്ങനെ പറയണം? മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി ഫതഹത്തുൻ മുഖദ്ദറത്തുൻ അലാ ആഖിരിഹി ലിസ്സിഖലി അഫ്വൻ ലിത്തഅദ്ദുരി. തഅദ്ദുറാണ്, അലിഫ ഹർക്കത്തിനെ സ്വീകരിക്കൂല. മുസ്തഫ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി ഫതഹത്തുൻ മുഖദ്ദറത്തുൻ അലാ ആഖിരിഹി ലിത്തഅദ്ദുരി. ഇത് നോക്കി മജ്റൂറാവുമ്പോൾ ജെറിൻ്റെ അടയാളം. സല്ലംതു അല, ഞാൻ സലാം പറഞ്ഞു. സല്ലംതു അല സ്വദീഖി, ഞാൻ എൻ്റെ കൂട്ടുകാരനോട് സലാം പറഞ്ഞു. ഇവിടെ രണ്ട് അഭിപ്രായം ഉണ്ടെന്നിട്ട് അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അല വന്നതുകൊണ്ട് സ്വദീഖി എന്ന് പറയുമ്പോൾ കെസ്റ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എന്താ പറയുക, നുഹാത്ത് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ കെസ്റത്തു ലാഹിറ എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ മുഖദ്ദറയാണ് ഇവിടെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സലാം പറഞ്ഞ ആരോട്? എൻ്റെ കൂട്ടുകാരനോട്. സ്വദീഖി ഫായിലുൻ ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജർഹി അൽ കസ്റത്തുൻ മുഖദ്ദറത്തുൻ അലാമ ഖബല യാഇൽ മുതകല്ലിമി. മുഖദ്ദറ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം കസ്റ കാണുന്നൊക്കെ ഉണ്ട്. എന്തായാലും അല്ലാഹു അലം. സല്ലംതു അലാ മുഹാമി, ഞാൻ ലോയറോട് സലാം പറഞ്ഞു. അവിടെ ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജർഹി കസ്റത്തുൻ മുഖദ്ദറത്തുൻ കസ്റത്തുൻ മുഖദ്ദറത്തുൻ മുഹാമിയല്ല കസ്റത്തുൻ മുഖദ്ദറത്തുൻ അലാ ആഖിരിഹി ലിസിക്കലി, ഭാരം. മുഹാമി കസ്റക്ക് ഭാരം ഉണ്ടല്ലോ, അതുകൊണ്ട്. ഇനി അടുത്തത് സല്ലംതു അലൽ മുസ്തഫയോട് ഞാൻ സലാം പറഞ്ഞു. അൽ മുസ്തഫ ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജർഹി അൽ കസ്റത്തുൻ മുഖദ്ദറത്തുൻ അലാ ആഖിരിഹി ലിത്തഅദ്ദുരി. തഅദ്ദുർ ഉദ്ദുറുണ്ട് അതിന് കേട്ടോ. നെക്സ്റ്റ് പേജാണ് കേട്ടോ. പറഞ്ഞത് തന്നെയാണ്, നമ്മളത് പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. ബാക്കിയൊക്കെ ഓക്കെയാണ് നമ്മൾ. ഇനി ഇത് തന്നെയാണ് അടുത്ത പേജിൽ കൊടുത്തിട്ടുള്ളത്. അലാമത്തുൽ അസ്ലി വൽ ഫറാഇ വൽ ളാഹിറ വൽ മുഖദ്ദറ.
അസ്ലി ആയതും ഫറഈ ആയതും ലോഹിറായതും ലോഹിർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായതും മുഖദ്ദറായിട്ടുള്ള അടയാളങ്ങൾ. ലോഹിറിൻ്റെ ഓപ്പോസിറ്റാണ് മുഖദ്ദർ, സാങ്കല്പികം. ശരി, മർഫു റഫിൻ്റെ അടയാളം നോക്കിയ ഹലറൽ അബ്നാഉ ആൺകുട്ടികൾ ഹാജരായി. കണ്ടോ, അസ്ലി ഇവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ അത് അസ്ലി ആയ അടയാളമാണ്. ദൊമ്മ കാണുന്നുണ്ട്. ഹലറൽ ബനാത്തു അവിടെ വൽ ബനാത്തു അത് അസ്ലി ആയ അടയാളമാണ്. ദൊമ്മ കാണുന്നില്ലേ? വൽ വാലിദാനി ദൊമ്മ കാണുന്നില്ല, ഫറഈ ആയ അടയാളമാണ്. അലിഫാണ് കാണുന്നുള്ളൂ. വൽ അഖ്റബൂന ഫറഈ ആയ അടയാളമാണ്. വ ഇബ്രാഹീമു അസ്ലിയാണ്, ദൊമ്മ കാണുന്നുണ്ട്. അഹൂഹു ദൊമ്മ കാണുന്നില്ല, ഫറഈ. സ്വദീഖി അത് അവിടെയും എന്താണ്, മുഖദ്ദറയാണ്. വൽ മുഹാമി മുഖദ്ദറ, വൽ മുസ്തഫ മുഖദ്ദറ, നേരത്തെ പറഞ്ഞത് തന്നെ. അപ്പോൾ അബ്നാഉം ബനാത്തും മാത്രമാണ് അസ്ലി ആയ അടയാളം അല്ലേ. ബാക്കിയൊക്കെ ഫറഈ ആയതാണ്. പിന്നെ സ്വദീഖി, മുഹാമി, മുസ്തഫ മൂന്നെണ്ണം മുഖദ്ദറയാണ്. ഇനി നോക്കിയേ, മൻസൂബ് ദഅഉതു ഞാൻ വിളിച്ചു. അൽ അബ്നാ മൻസൂബ് നസ്ബിൻ്റെ അടയാളം ഫതഹ അസ്ലിയാണ്. വൽ ബനാത്തി ഫതഹ ഇല്ല, അപ്പം അത് ഫറഈ ആണ്, കെസ്റ കൊണ്ടാണ്. വൽ വാലിദൈനി ഫറഈ, അഖ്റബീന ഫറഈ, ഇബ്രാഹീമ അസ്ലി, അഹാഹു ഫറഈ. ലൊമ്മ അല്ല ഫതഹ കാണുന്നില്ലല്ലോ. സ്വദീഖിൽ മുഹാമിയ അവിടെയൊക്കെ എന്താ മുഹാമിയ അസ്ലിയാണ് കേട്ടോ. സ്വദീഖി എന്താണ്, സ്വദീഖി മുഖദ്ദറ, മുഹാമിയ ഫതഹ കാണുന്നുണ്ട്, അതുകൊണ്ട് അസ്ലിയാണ്. മുസ്തഫ മുഖദ്ദറ. ഇനി ജെറ് ചെയ്യുമ്പോൾ നോക്കിയേ, ഇത്തസൽത്തു ബിൽ അബ്നാഇ. ഇത്തസൽത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കോണ്ടാക്ട് ചെയ്തു അല്ലെങ്കിൽ വിളിച്ചു എന്നൊക്കെ പറയും. ഇത്തസൽത്തു ബി ഞാൻ വിളിച്ചു. ആരെ? അൽ അബ്നാഇ. ബി വന്നത് ഹർഫു ജെറ് വന്നപ്പോൾ അബ്നാഇ അവിടെ അസ്ലിയാണ്, കെസ്റ കൊണ്ട് ജെറ് ചെയ്തു. വൽ ബനാത്തി അസ്ലിയാണ്, കെസ്റ കൊണ്ട്. വാലിദൈനി ഫറഈയാണ്. അഖ്റബീന ഫറഈയാണ്, യാണ്. ഇബ്രാഹീമ കെസ്റയല്ല ഫതഹയാണ്, അതുകൊണ്ട് ഫറഈ. അഖീഹി ഫറഈ. സ്വദീഖി മുഖദ്ദറ, മുഹാമി മുഖദ്ദറ, മുസ്തഫ മുഖദ്ദറ. അതൊക്കെ അല്ലേ? ശരി, അപ്പൊ ഷാഹിൻ തന്നെ വായിച്ച ഒന്നാമത്തെ എക്സസൈസ്. അയ്യിനിൽ മുഅറബ വൽ മബനിയ ഫീമാ യഅതി. അയ്യിൻ എന്ന് പറഞ്ഞാൽ നീ വേർതിരിക്കണം, നിർണയിക്കണം, സ്പെസിഫൈ ചെയ്യണം. എന്തിനൊക്കെ? മുഅറബിനെയും മബനിയെയും. ഫീമാ യഅതി താഴെ വന്നിട്ടുള്ള, ഫീമ ഫീ എന്ന് പറഞ്ഞാൽ മാ യാതൊന്ന് യഅതി താഴെ വന്നിട്ടുള്ള യാതൊന്നിലുള്ള മുഅറബിനെയും മബനിയെയും നിർണയിക്കണം. കിതാബുൻ മുഅറബാണോ മബനിയാണോ? മുഅറബാണ്. ശരി, ഹാദാ മബനി. എന്തിൽ മബനിയാ? ഹാദാ എന്തിൽ മബനിയാ? സുക്കൂനിൽ മബനി. ഹാമിദുൻ മുഅറബ്. മസാജിദ മുഅറബ്. ഹുവ മബനി. അന അവൻ. അന ഞാൻ. മബനി. സയ്യാറത്തുൻ മുഅറബ്. അല്ലദി മബനി. അംസി മബനി ഇന്നലെ. അൽ ജാമിഅത്തു മുഅറബ്. മുസ്ലിമുൻ മുഅറബ്. മാഷാ അല്ലാഹ്. ഇനി അടുത്തത് ആരാ വായിക്കുന്നത്? ഇന്നലെ ഹോംവർക്ക് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ആരാണ് പോൾ ചെയ്ത്? ഒരാൾ വായിച്ചേ. മുസ്ലിമാത്ത്. അല്ല, ഫാത്തിമത്തെ ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? അല്ല, അത് എല്ലാം മനസ്സിലാക്കി വായിച്ചു. ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ലാത്തവരെ കൊണ്ട് വായിപ്പിക്കില്ല പറഞ്ഞിട്ടുണ്ട്. ചെയ്തവര് വായിക്കും. മുസ്ലിമാത്തുൻ പതുക്കേട്ടാ സുബൈനത്ത, പതുക്കെ വായിക്കണേ. ഹാദാനി എന്നുള്ളത് മുഅറബാണ് കേട്ടോ, മബനി അല്ല. നമുക്കറിയാലോ മുസന്ന ഹാദാനിന്റെ. അതെ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ. ഹാദാനി എന്നുള്ളത് മുഅറബാണ്. അൽ ആന മബനിയാണ്. അല്ലത്താനി മുഅറബാണ്. ആനി വരുമ്പോ മുഅറബാണ്. മൻ ഇസ്മുൽ ഇസ്തിഫ്ഹാം, ആര്? മബനിയാണ്. അല്ലാഹു മുഅറബാണ്. അർബഅത അശറ 14.
മബനി. മബനിയാണ്, മുറക്കബായതാണ് അല്ലേ. അർബഅത്തുൻ ആ. മുറബ്. മുഅറബാണ്. ആമീൻ മബനി. മബനിയാണ്. ആമീൻ എന്താണ്? ഉത്തർ ആമീൻ എന്നുള്ളത് മബനി ആയിട്ടുള്ള എന്താണ് സംഭവം? ആമീൻ എന്താ? ആമീൻ എന്നത് ഇസ്മു ഫിഅല്. പിന്നെ അർത്ഥം കിട്ടുന്നത് അല്ലേ. ശരി, ഓക്കെ. ഹൈർ, ബറക്കല്ലാഹു ഫീക്കും. അടുത്തത് ആരാ ഹോംവർക്ക് ചെയ്തത്? ആരാണുള്ളത്? അവർ വായിച്ചേ രണ്ടാമത്തേത്. ഞാൻ വായിക്കാം. വായിച്ചോളൂ. അലാമത്തുൽ ഇഗ്റാബ് അൽ അസ്ലിയത്തു ഫിൽ ഇസ്മി. ഒന്നർത്ഥം പറഞ്ഞേ. അതെന്താ വെച്ചാല് അലാമത്തുൽ ഇഗ്റാബ് എന്താണ്? ഇസ്മിലുള്ള അസ്ലിയായ അടയാളങ്ങൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ദ പ്രൈമറി എൻഡിങ് ഓഫ് ദ നൗൺ? പ്രൈമറി എൻഡിങ് എന്തൊക്കെയാ? അതില് റഫ് ചെയ്യുന്നത് അലിഫ് കൊണ്ട്. റഫ് ചെയ്യുന്ന അലിഫ് കൊണ്ടാണോ? അസ്ലി റഫ് ചെയ്യുന്നത് ലമ്മ കൊണ്ട്. അലാമത്ത് റഫ് അലാമത്ത് ജർറി ഈ കസറ. അലാമത്ത് നസ്ബി ഈ ഫതഹ. നമുക്കത് ഇങ്ങനെ എഴുതാം. അൽ ഫതഹത്തു നമുക്ക് എന്താക്കാം? മുബ്തദ ഖബറാക്കിയതാ. അൽ ദമ്മത്തു അലാമത്തു റഫ്ഇ അല്ലെങ്കിൽ റഫ്ഇഹി, അതിന്റെ അടയാളം, റഫ്ഇന്റെ അടയാളം ദമ്മയാണ്. അൽ ഫതഹത്തു അലാമത്തു നസ്ബിഹി, അൽ കസ്റത്തു അലാമത്തു ജർരിഹി. ഓക്കെ, ശരി. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. കറക്റ്റ് ആണ്. നസ്ബ് ചെയ്യപ്പെട്ടത് റഫ് ഇങ്ങനെ പറയുന്നത് നല്ലത്. റഫിന്റെ അടയാളം ഇവിടെ എന്താ ചോദിച്ചത്? ഏറാബിൽ ഇസ്മിലെ അസ്ലിയായ ഏറാബിന്റെ അടയാളങ്ങൾ എന്താണ്? അപ്പൊ ഏറാബിന്റെ അടയാളങ്ങൾ അങ്ങനെ പറയുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. അലാമത്തു ഏറാബിൽ അസ്ലിയത്തി ഫിൽ ഇസ്മി അൽദമ്മത്തു ഫി, അങ്ങനെയൊക്കെ പറയായിരിക്കും കുറച്ചുകൂടി നല്ലത്. റഫിന്റെ അടയാളം എന്ന് പറയല്ലേ നല്ലത്. റഫിന്റെ അടയാളം ദമ്മയാണ്. അലാമത്തു റഫ്, റഫിൻ്റെ മർഫൂ ചെയ്യപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഒരു വാക്കൊരു സുഖം കിട്ടുന്നില്ല. എന്തായാലും ഹൈർ. അടുത്തത് ആരാ വായിക്കുന്നത്? ഇപ്പോൾ സുബൈദത്ത് വായിച്ചു, സ്വാലിഹത്തല്ലേ ഇപ്പോൾ വായിച്ചത്, ഷായിൻത്തെ വായിച്ചു. ഇനി ആരാ ഹോംവർക്ക് ചെയ്തത്? ആരാ മൂന്നാമത്തേത് വായിക്കാൻ പറ്റിയത്? ആർക്കാ? ഞാൻ വായിക്കട്ടെ. വായിച്ചോളൂ. ഇതല്ലേ ഇത്? ഫൈഹ. അലാമത്തുൽ ഇറാബിൽ ഫറഇയ്യത്തു. അലാമത്തുൽ ഇറാബിൽ ഫറഇയ്യത്തു ഫി, അതായത് ഫറഇയായ അടയാളങ്ങൾ എന്താണ്? ഫി അസ്മാഇൽ ഖംസത്തി. ഫീന്റെ ബാക്കിയാണ് കേട്ടോ. അസ്മാഇൽ ഖംസത്തി, അസ്മാഉൽ ഖംസയിലെ ഫറഇയായ ഇറാബിന്റെ അടയാളങ്ങൾ എന്താണ്? അലാമത്തു റഫി അൽ വാവ്. അലാമത്തു റഫ്ഇഹി അൽ വാവു. അലാമത്തു റഫ്ഇഹി അൽ വാവു. അലാമത്തു നസ്ബി അൽ അലിഫ്. അലിഫ്. ഓക്കെ. അലാമത്തു ജരി അൽ യാ. അൽ യാ. കറക്റ്റ് ആണ് കേട്ടോ. ജറിന്റെ അടയാളം യാ. നമുക്ക് വേറെ രീതിയിലും പറയാം. തുർഫഉ, റഫ് ചെയ്യപ്പെടുന്നു. തുർഫഉ ബിൽ വാവി വതുൻസബു ബിൽ അലിഫി വതുജറു ബിൽ യാഇ, അങ്ങനെയും പറയാം കേട്ടോ. ഓക്കെ, അസ്മാഉൽ ഖംസയിൽ. ഇനി ആരാ അടുത്ത് വായിക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ വായിക്കാൻ? ഹോംവർക്ക് ചെയ്തവരുണ്ടോ? മാ അലാമത്തുൽ ഇറാബിൽ ഫറഇ ഫി ജംഇ മുദക്കരി സാലിം. ജംഉ മുദക്കർ സാലിമിന്റെ ഇറാബ് ഷായിൻത്ത് വായിച്ചേ. മാ അലാമത്തു നസ്ബി ഫി ജംഇ മുഅന്നസ് സാലിം. മുദക്കർ സാലിമിന്റെ വായിക്കട്ടാ. അതല്ല ഇതിലാണ് ഈ മൂന്നാമത്തതിൽ രണ്ടാമത്തെ. ജംഉ മുദക്കർ സാലിമിന്റെ ഫറഇയായ ഇറാബുകൾ എന്തെല്ലാമാണ്? ജംഉ മുദക്കർ സാലിമിന്റെ അല്ലേ. രണ്ടാമത്തെ റഫ് വാവില് നസ്ബ് യാഇല് ജർറ് യാഇല്. യാഇല്. മാഷാഅല്ലാ. യുർഫഉ ബിൽ വാവി വയുൻസബു വയുജറു ബിൽ യാഇ. ശരി. അടുത്തത് ആരാ വായിക്കുന്നത്? മുസന്നന്റെ ആരാ വായിക്കുന്നത്?
വിറയായ വൽ അടയാളം മുസന്ന മാത്രം ഓൻ കേട്ടോ. വെക്കണം. ആ വൽ മുസന്ന അലാമത്തു റഫി അൽ അലിഫു, ഉം. അലാമത്തു നസ്ബി അൽ യാഉ, അലാമത്തു ജർരി അൽ യാഉ. അലാമത്തു ജെറി അലിയ ഓ ജെറിൻ്റെ അടയാളം യാ. കറക്റ്റായില്ലേ? ശരി ട്ടാ. ഹയർ. ആ അടുത്തത് മാ അലാമത്തുൽ ജെറി മംനു മിനസ്സർഫി. മംനു മിനസ്സർഫ് അഥവാ തെൻവീരിൽ നിന്ന് വിലക്കപ്പെട്ട, സർഫിൽ നിന്ന് വിലക്കപ്പെട്ട ആ മംനു മിനസ്സർഫ് കാറ്റഗറിയിൽ ജെറിൻ്റെ അടയാളം എന്താണ്? ഡിപ് തോട്ടിലെ എന്താണ് ജെറിൻ്റെ അടയാളം? എന്താ അലാമത്തു ജെറി? അൽ ഫതഹത്തു. അലിഫ് ലാം ഇട്ട് പറയണം കേട്ടോ. അൽ ഫതഹത്തു മുബ്തദാക്കി പറയാം. അൽ ഫതഹത്തു. മാ അലാമത്തു നസ്ബി ജംഉ മുഅന്നിസ് സാലിം. ജംഉ മുഅന്നസിസ് സാലിമിൽ നസ്ബിന്റെ അടയാളം എന്താണ്? ഹിയ അൽ കസ്ർ അൽ കസ്റത്തു അല്ലേ? അൽ കസ്റത്തു അല്ലേ? കസ്റയാണ്. ഇനി ഓരോരുത്തർ ചെയ്തത് പറയണം കേട്ടോ. ഹാത്തിൽ മിസാല ലിൽ മഖ്സൂരി. നിങ്ങൾ ഉദാഹരണം കൊണ്ടുവരണം. ഹാത്തി കൊണ്ടുവരണം. മിസാലൻ ഉദാഹരണം. ലിൽ മഖ്സൂർ മഖ്സൂറിന്. മഖ്സൂർ എന്താണെന്നറിയാലോ? ആലിഫിലെ മഖ്സൂർ. ഇപ്പുറത്തെ പേജ് നിങ്ങൾ മറിച്ച് നോക്കി. മഖ്സൂർ ഇവിടെ കൊടുത്തിട്ടില്ലേ? മഖ്സൂറിന് നിങ്ങൾ ഉദാഹരണം കൊണ്ടുവരണം. വജ്അൽഹു നിങ്ങളാക്കണം. ഫി സലാസ ജുമലിൻ 3 വാചകത്തിലാക്കണം. അല അന്യകൂന മർഫൂ അൻ അതിൽ എന്തുണ്ടാവണം? ഫിൽ ഊല ഒന്നാമത്തേത് മർഫു ആയിരിക്കണം. വമൻസൂബൻ ഫിസാനിയ രണ്ടാമത്തതിൽ മൻസൂബ് ആയിരിക്കണം. വമജ്റൂറൻ ഫിസാലിസ മൂന്നാമത്തതിൽ മജ്റൂർ ആയിരിക്കണം. ആരാ ചെയ്തിട്ടുള്ളത്? മഖ്സൂറിന് ഉദാഹരണം അറിയാം? വായിച്ചോളൂ. ഖത്തലൽ ഫത്ത അൽ അഫ്അ ബിൽ അസ്വ. ചെറിയ ആൺകുട്ടി അണലിനെ വടി കൊണ്ട് കൊന്നു. അത് നമ്മൾ ഇതിലുള്ള നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വാചകം പറഞ്ഞേ. അപ്പോ ഞാൻ അങ്ങനെയല്ല എഴുതിയിരിക്കണേ. എനിക്കല്ലാണ്ടറിയില്ല. വേറെ ഒന്നുമില്ല. പുതിയതാരെങ്കിലും എഴുതിണ്ട? അത് അതിൽ ഞാനത് നോക്കിയില്ല. അത് കിട്ടണത് എഴുതിയപ്പോ ആരെങ്കിലും വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാ? 3 വാചകം എഴുതാണ്ട്. ആൺകുട്ടി പോയി. ഫത്ത അത് മർഫു ആയി. ഇനി മൻസൂബ് ആയിട്ട് എന്തെങ്കിലും എഴുതിണ്ടാ? കറത്തു ഫത്ത എങ്ങനെ ആവടോ? കറത്തു എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചു എന്നല്ലേ? കറത്തു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ അത് തെറ്റാണ്. നിങ്ങൾ ഫായിലായിട്ടാണ് അവിടെ ഉദ്ദേശിച്ചെങ്കിൽ അത് മഫൂലും ബിഹി ആക്കാനും പറ്റൂല. ഫത്ത നമ്മൾ എന്തായാലും വായിക്കൂല. അപ്പൊ അത് അവിടെ ഞാൻ വായിച്ചു എന്നാണ്. ഫത്ത എന്ന് പറഞ്ഞാൽ അവിടെ ഫായിലാക്കാൻ വരും. നമ്മൾ ചോദിച്ചത്. ഓക്കെ ശരി, ഞാൻ തന്നെ പറയാം. നമുക്കിപ്പോ ഒന്നാമത്തത് എന്താ പറഞ്ഞത്? ഇത് മഖ്സൂറാണ് പറഞ്ഞത്. മഖ്സൂർ എന്ന് പറഞ്ഞാൽ അലിഫിൽ അവസാനിക്കുന്നതാണ്. അൽ മുസ്തഷ്ഫ കബീറുൻ. മുസ്തഷ്ഫ മുസ്തഷ്ഫ ആശുപത്രി വലുതാണ്. മുസ്തഷ്ഫ എന്താ? മുബ്തദ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽ ദമ്മത്തുൽ മുഖദ്ദറതു അലൽ അലിഫി ലിത്തഅദ്ദുരി. കണ്ടോ? അൽ മുസ്തഷ്ഫ കബീറുൻ. അപ്പൊ എന്തായി? റഫ് ആയില്ലേ? മുബ്തദ ആയില്ലേ? അൽ മുസ്തഷ്ഫ കബീറുൻ. ഇനി എന്താ എഴുതാം? റഫ് എന്തെഴുതാം? വേറെ ആൺകുട്ടി എന്ന് എഴുതാം. അല്ലെങ്കിൽ പിന്നെ എന്തുട്ടാണ് റഫ് എഴുതാൻ പറ്റിയത്? കുറേ ആൾക്കാരുണ്ട് അല്ലേ? എന്തൊക്കെയുണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് തന്നെ? മുസ്തഷ്ഫ ഫത്തല ഫത്ത. ഫത്ത വെച്ചിട്ട് പറയാം. ഖത്തലൽ ഫത്ത ജാ അൽ ഫത്ത ആൺകുട്ടി വന്നു. ദഹബ അൽ ഫത്ത ആൺകുട്ടി പോയി. അങ്ങനെ ഫായിലാക്കിയിട്ട് ഇഷ്ടംപോലെ എഴുതാൻ പറ്റും. ഇനി പറഞ്ഞത് റഫ് ആക്കാൻ പറ്റിയതുണ്ട്. മർഫു ആണ്. റഫ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതിനെ? മഖ്സൂറിനെ റഫ് ആക്കിയിട്ട് വരുമ്പോൾ എന്ത് പറയും? മുസ്തഷ്ഫ തന്നെ പറയാം. ഇന്നൽ മുസ്തഷ്ഫ കബീറുൻ. ഇസ്മു ഇന്ന മൻസൂബ് അല്ലേ? ഇന്നൽ മുസ്തഷ്ഫ കബീറുൻ. പിന്നെ എന്താ പറയാ? മുസ്തഫ എന്ന് പറയാം അല്ലേ? ഇന്നൽ മുസ്തഫ കബീർ. മുസ്തഫ വലുതാണ് അല്ലെ? മുസ്തഫ ദക്കിയുൻ. ഇന്നൽ മുസ്തഫ. മുസ്തഫയുടെ പേര് പറയാം. പിന്നെ എന്താ പറയാ? ടീച്ചർ ഇപ്പൊ പറഞ്ഞത് നസ്ബ്. ഇന്നെന്റെ ഇസ്മു നസ്ബ് അല്ലേ? മൻസൂബ് അല്ലേ?
പിന്നെ നസ്ബ് വരുന്നത് റഅയ്തു ഞാൻ കണ്ടു, റഅയ്തുൽ മുസ്തഫ ഞാൻ മുസ്തഫയെ കണ്ടു. പറയാലോ, റഅയ്തു ഈസ ഞാൻ ഈസയെ കണ്ടു. കണ്ടോ, ഈസയെ കണ്ടു. നമുക്ക് ഇഷ്ടമുള്ളത് പറയാം. അപ്പോൾ നസ്ബ് ആവണം എന്നാണ് കേട്ടോ, മൻസൂബ് ആവണം. പിന്നെ ഓക്കെ. വേറെ എന്താ പറയുക, നസ്ബ്. പിന്നെ അടുത്തത് മജ്റൂർ ആവണം, മൂന്നാമത്തേത്. മജ്റൂർ ആവുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റമൈത്തു ഞാൻ എറിഞ്ഞു, ബിൽ അസ്വ വടി കൊണ്ട് എറിഞ്ഞു. റമൈത്തു ബിൽ അസ്വ നമുക്ക് എന്ത് വേണം, റമൈത്തു സുബാന ബിൽ അസ്വ, ബിൽ അസ്വ. കണ്ടോ, അസ്വ നസ്ബല്ലേ, ബി എന്ന ഹർഫ് ജറിന് ശേഷം ജെറ്. ഇനി എന്താ ജെറ് ചെയ്യുന്നത്, ദഹബ്തു ഇലൽ മുസ്തഷ്ഫ ആശുപത്രിയിലേക്ക് ഞാൻ പോയി. ഇലൽ മുസ്തഷ്ഫ കണ്ടോ, മക്സൂർ ജെറ് ചെയ്തിട്ടുണ്ടോ, മുസ്തഷ്ഫ. കണ്ടോ, ഇനി എന്താ പറയാ, ഇഷ്ടമുള്ളത് പറയാം. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ എഴുതണം. ഒന്നൊക്കെ ഒന്ന് എഴുതി പഠിച്ച് ശരിയാക്കണം. അതിനാണ് ഞാൻ സമയം തന്നത്. 3 ദിവസം ഉണ്ടായിരുന്നു. 3 ദിവസം നിങ്ങൾക്ക് എഴുതാമായിരുന്നു. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഇല്ലേ എഴുതാം. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ അടുത്ത ദിവസം എഴുതിയിട്ട് വരണം കേട്ടോ. നമ്മൾ ഈ കളി കളിച്ച് കഴിഞ്ഞാൽ ഇന്നുണ്ടാവില്ല, പഠിച്ച് മുന്നോട്ട് പോകില്ല. നമ്മൾ എഴുതി ശരിയാക്കണം. അടുത്ത് നോക്കിയേ, മൻകൂസിന് ഉദാഹരണം. മൻകൂസ് ഹാത്തി മിസാലൻ ലിൽ മൻകൂസി സാബിത്തിൽ യാ നിലനിർത്തിക്കൊണ്ടുള്ള മൻകൂസിന് നിങ്ങൾ ഉദാഹരണം, അല്ലെങ്കിൽ യായിൽ സ്ഥിരപ്പെട്ട മൻകൂസിന് ഉദാഹരണം. യാ സ്ഥിരപ്പെട്ടെന്ന് അറിയാലോ, കാലിൻ കാലി, യാ സ്ഥിരപ്പെട്ടത് കാലി, അൽ കാലി എന്നൊക്കെ പറയില്ലേ, അതാണ്. ഫി സലാസി ജുമലിൻ 3 അല അൻ യകൂന മർഫൂഅൻ ഫിൽ ഊല ഒന്നാമത്തേതിൽ റഫ് ചെയ്യപ്പെട്ടതായ പിന്നെ 3 റഫ് ചെയ്യപ്പെട്ട 3 എണ്ണം കൊണ്ടുവരണം. അത് ഖിൽഹു നിങ്ങളതിൽ പ്രവേശിപ്പിക്കണം. ഫി സലാസി ജുമലൻ 3 ജുംലകളിൽ അന്യക്കൂന മർഫൂഅൻ ആയിരിക്കണം. മൻസൂബ് ഫിത്താനി ഒന്നാമത്തേത് മർഫൂ ആയിരിക്കണം, രണ്ടാമത്തേത് മൻസൂബ് ആയിരിക്കണം, മൂന്നാമത്തേത് മജ്റൂർ ആയിരിക്കണം. അങ്ങനെ നിങ്ങൾ എന്ത് വരണം, മൊത്തം അടുത്തതിൽ യാ കളയപ്പെട്ടത് അതിന് ഉദാഹരണം കൊണ്ടുവരണം. അത് ഇതേപോലെ തന്നെ മർഫൂ വേണം, മൻസൂബ് വേണം, മജ്റൂർ വേണം. നാളെ ചെയ്തുകൊണ്ട് വരാം കേട്ടോ. പിന്നെ മുലാഫിൻ യാഇൽ മുത്തക്കല്ലിമിലേക്ക് അത് നല്ല എളുപ്പമാണ്, റഫുൻ നസ്ബുൻ ജറും. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഇതിലുള്ള ഉദാഹരണം എഴുതരുത് കേട്ടോ. വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഒരുപാട് ഫെയിലുകൾ നമ്മൾ പഠിച്ചതാണ്, 2 ബുക്ക് കഴിഞ്ഞതാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കൊണ്ടുവരാം. ഏത് 7 ഏതാണ് 10ാമത്തെ ഇറാബ് ചെയ്യലാണ്. അത് ഒന്നാണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ ഇറാബ് ചെയ്തുതരാം. അപ്പോൾ 7ഉം 8ഉം 9ഉം നാളെ കേട്ടോ, മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വായിച്ചുപോയി. 7ഉം 8ഉം 9ഉം നിങ്ങൾ ചെയ്യുക. 10ാമത്തെ കുഴപ്പമില്ല. ഇറാബു മാ തഹ്തഹു ഖത്തുൻ അടിവരയിട്ടതിന് നിങ്ങൾ ഇറാബു ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യുഹിബ്ബുല്ലാഹുൽ മുത്തഖീന അള്ളാഹു മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹ് ലവ്സ് ദോസ് ഹു റൈറ്റേഴ്സിനെ മുത്തഖീങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി വൽ ഫാഇലു അല്ലാഹു ലഫ്ദുൽ ജലാല ഫാഇലുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അദ്ദമ്മത്തു ദാഹിറത്തുൻ അലാ ആഖിരിഹി. അങ്ങനെ പറഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അള്ളാഹു. പിന്നെ അൽ മുത്തഖീന മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു ജർരിഹി അലാമത്തു നസ്ബിഹി അൽ യാഉ ലിഅന്നഹു ജംഉ മുദക്കരി സാലിമു. ഓക്കെ, അടുത്തത് ഖലഖല്ലാഹു സമാവാതി വൽ അർദ അള്ളാഹ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദ എർത്ത് അള്ളാഹ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഖലഖ ഫിഅലുൻ മാലിൻ മബ്നിയുൻ അലൽ ഫതഹി അള്ളാഹു ഫാഇൽ ലഫ്ദുൽ ജലാല ഫാഇൽ. സമാവാത്തിയാണ് നമ്മളോട് ഇറാബ് ചെയ്യാൻ പറഞ്ഞത്. സമാവാത്തി മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ കസ്റ ലിഅന്നഹു ജംഉ മുദക്കരി സാലിം. ജംഉ മുദക്കർ സാലിം ആയതുകൊണ്ടാണ് അവിടെ ഫറഇയായ അടയാളമാണ്. വാവു ഹർഫുൽ അത്ഫ് അൽ അർബ മഫൂലുൻ ബിഹി മൻസൂബുൻ. ജംഉ മുഅന്നസി സാലിമുൻ. തെറ്റിയോ? ജംഉ മുഅന്നസി സാലിമുൻ ട്ടാ. വാവു ഹർഫുൽ അത്ഫ് മുഅന്നസ് അല്ലേ? അതെ. അലാമത്തു നസ്ബിഹി നസ്ബിന്റെ അടയാളം അൽ കസ്റ ലിഅന്നഹു ജംഉ മുഅന്നസി സാലിമുൻ. വാവു ഹർഫുൽ അത്ഫ് അൽ അർദ മഅതൂഫുൻ അല സമാവാത്തി. സമാവാത്തിലേക്ക് അത്ഫ് ചെയ്യപ്പെട്ടതാണ്. അലാമത്തു നസ്ബിഹി
معطوف على السماوات منسوب علامة نسبه الفتحة الظاهرة افتح فاك നീ നിന്റെ വായ തുറക്കൂ open your mouth افتح فعل أمر مبني على السكون والفاعل ضمير مستتر تقديره أنت فاك فاك ശ്രദ്ധിക്കണേ مفعول به منصوب علامة نسبه الألف لأنه من أسماء الخمسة وهو مضاف الكاف ضمير متصل مبني على الفتح في محل جر مفعول به عفوا مضاف إليه مفعول به അടുത്തത് അയിന സയ്യാറത്തു അബീക വേർ ഇസ് യുവർ ഫാദേഴ്സ് കാർ നിന്റെ ഉപ്പയുടെ കാർ എവിടെയാണ് അയിന ഇസ്മുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി സയ്യാറത്തു മുളാഫുൻ അബി മുളാഫിൻ ഇലൈഹി മജ്റൂറുൻ അലാമത്തു ജർഹി അൽ യാഉ ലിഅന്നഹു മിൻ അസ്മാഇൽ ഖംസതി വഹുവ മുളാഫ് അൽ കാഫു ضمير متصل مبني على الفتح في محل جر مضاف إليه حفظت السورتين I memorized two سورة ഞാൻ രണ്ട് സൂറത്ത് ഹിഫ്ള് ചെയ്തു حفظ فعل ماض مبني على السكون في محل فعل ماض مبني على السكون لا محل له من الإعراب التاء ضمير متصل مبني على الضم في محل رفع فاعل سورتين مفعول به منصوب علامة نسبه الياء لأنه مثنى എളുപ്പമാണ് അത്ര വലിയ പ്രയാസമൊന്നുമില്ല അടുത്തതും നല്ല എളുപ്പമാണ് ആരിഫുൽ ഖാലി മക്കത്ത ഖാലിയൽ മക്കത്ത കേട്ടോ ആരിഫു ഖാലിയൽ മക്കത്ത ഐ നോ ദ ജഡ്ജ് ഓഫ് മക്ക എനിക്ക് മക്കയിലെ ജഡ്ജിയെ അറിയാം ആരിഫു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അന القالية مفعول به منصوب علامة نسبه الفتحة الظاهرة പ്രത്യേകിച്ച് ഒന്നുമില്ല വഹുവ മുളാഫ് മക്കത്ത മുളാഫുൻ ഇലൈഹി മുളാഫുൻ ഇലൈഹി അല്ലേ മക്കത്ത മുളാഫിൻ ഇലൈഹി മജ്റൂറുൻ അലാമത്തു ജർഹി അൽ ഫതഹ ലിഅന്നഹു മംനൂ മിന സർഫ് കറക്റ്റ് ആയില്ലേ അരിഫു ഞാൻ ഖാലിയ കറക്റ്റ് അല്ലേ പറഞ്ഞ മഫൂലു ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറത്തുൻ അലാ ആഖിരിഹി വഹുവ മുളാഫ് ഒക്കെ പറഞ്ഞ കറക്റ്റ് അല്ലേ അടുത്ത് ശ്രദ്ധിച്ചോട്ടാ മീനിങ് ചിലവർക്ക് കിട്ടൂല ഹറജ ഹറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നർത്ഥം ഹറജൽ ജർഹ ജർഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജരീഹ് എന്ന് ജരീഹ് എന്ന് പറഞ്ഞാൽ മുറിവേറ്റവൻ മുറിവ് വൂണ്ടടില്ലേ വൂണ്ടാവുന്നത് അതിൻ്റെ ബഹുവചനമാണ് അൽ ജർഹ അല്ലേ അതെ മുറിവേറ്റവൻ മിനൽ മുസ്തഷ്ഫ ഖറജൽ ജർഹ മുറിവേറ്റവൻ ആണെന്ന് തോന്നുന്നുണ്ട് അത് ബഹുവചന ഏതാ ജരീഹ് അല്ലെ ജരീഹ് അൽ ജർഹ മുറിവേറ്റവൻ ആശുപത്രിയിൽ നിന്നും പുറത്തുപോയി അല്ലെങ്കിൽ ഇവിടെ അർത്ഥം ഒരു പക്ഷേ ഇങ്ങനെ ആകാം എന്തെന്ന് ദ വൂണ്ടഡ് അല്ലെങ്കിൽ ഇഞ്ചേർഡ് പേഴ്സൺ ഡിസ്ചാർജ്ഡ് ഫ്രം ദ ഹോസ്പിറ്റൽ അങ്ങനെയും അർത്ഥം പറയാം ഖറജ ഫിഅലുൻ മാളിൻ മബ്നിൻ അലൽ ഫതഹി അൽ ജർഹ فاعل مرفوع علامة رفعه الضمة المقدرة على الألف للتعذر من المستشفى من حرف جر مبني على السكون ഇവിടെ ഫതഹ കൊടുത്തിട്ടുള്ളത് ഇൽത്തിഖാഉ സാക്കിനീനാണ് കാരണം കേട്ടോ മുസ്തഷ്ഫ ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജർഹി അൽ കസ്റത്തുൽ മുഖദ്ദറത്തു അലൽ അലിഫി ലിത്തഅദ്ദുരി ഇനി അഖദ സ്വദി പിന്നെ മിനൽ മുസ്തഷ്ഫ വേണമെങ്കിലും ജാറുൻ മജ്റൂറുൻ മുതഅല്ലിഖുൻ ബിൽ ഫിഅലി അഖദ സ്വദീഖി കിതാബി മിൻ ഹഖീബത്തി എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ബാഗിൽ നിന്നും എൻ്റെ പുസ്തകം എടുത്തു കണ്ടോ മൈ ഫ്രണ്ട് ടുക്ക് മൈ ബുക്ക് ഫ്രം മൈ ബാഗ് അഖദ ഫിഅലുൻ മാളിൻ മബ്നിൻ അലൽ ഫതഹി സ്വദീഖി ഫാഇലുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി الضمة المقدرة على ما فعل ماض مبني على الفتح എടുത്തു ഓക്കെ صديقي فاعل مرفوع علامة رفعه الضمة المقدرة على ما قبل ياء المتكلم وهو مضاف يا متكلم الياء ضمير متصل مبني على السكون في محل جر مضاف إليه ഇനി എന്താ അടുത്തത് കിതാബ് കിതാബി മഫ്ഊലുൻ ബിഹി മൻസൂബുൻ
علامة نسبه الفتحة المقدرة على ما قبل ياء المتكلم. الياء ضمير متصل مبني على السكون في محل جر مضاف إليه من حرف جر مبني على السكون. حقيبتي حقيبتي പറയുമ്പോൾ اسم مجرور علامة جره الكسرة المقدرة على ما قبل ياء المتكلم وهو مضاف. يا متكلم الياء ضمير متصل مبني على السكون في محل جر مضاف إليه. പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ ശരിയാവും കേട്ടോ. ഇഷ്തറൈതു ഹാദ ബി 15 റിയാലൻ. ഇത് ഞാൻ എത്ര 15 15 എന്ന് പറഞ്ഞാൽ 15 റിയാലിന് വാങ്ങി. ഐ ബോട്ട് ദിസ് ഫോർ 15 റിയാൽ. ഇഷ്തറൈതു ഫിഅലുൻ മാലിൻ മബ്നിൻ അല സുകൂനി അത്താഉ ضمير متصل مبني على الضم في محل رفع فاعل. هذا اسم الإشارة مبني على السكون في محل نصب مفعول به بحرف جر الباء حرف جر مبني على الكسر. 15 അദദുൽ മുറക്കബാണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണേ, അദദുൽ മുറക്കബ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഠിച്ചിട്ട് അൽ അദദുൽ മുറക്കബ അൽ 15 ശ്രദ്ധിക്കണേ. അൽ അദദുൽ മുറക്കബ മബനിയുൻ അലൽ ഫതഹി ഫതഹിട്ട. അൽ അദദുൽ മുറക്കബ മുറക്കബത്ത് തമർബുത്തൻ്റെ മബനിയുൻ അലൽ ഫതഹിൽ ജുസ്ഐനി 2 ഭാഗവും കണ്ടോ. അൽ അദദുൽ മുറക്കബ മുറക്കബത്തു അൽ അദദുൽ മുറക്കബത്തു അദദുൽ മുറക്കബാണ് എഴുതണം. ഞാൻ എന്താ എഴുതിക്കണെന്ന് അറിയോ? ഇസ്മു മജ്റൂറുൻ മബനിയുൻ അലൽ ഫതഹിൽ ജുസ്ഐനി. ഇസ്മുൻ അദദുൽ മുറക്കബ അതിൻ്റെ പേര് എഴുതുന്നത് നല്ലത്. ഇപ്പം നമ്മൾ ഹാദ എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഇസ്മുൽ ഇഷാറയല്ലേ. അപ്പോൾ 15 അതിൻ്റെ പേര് എഴുതിക്കോ. അദദുൽ മുറക്കബത്തു അൽ അദദുൽ മുറക്കബത്തു ഇസ്മുൻ കുഴപ്പമില്ല. അൽ അദദുൽ മുറക്കബത്തുൻ മബനിയുൻ അലൽ ഫതഹിൽ ജുസ്ഐനി ഫി മഹല്ലി ജറിൻ്റെ മഹല്ലിലാണ്. ഫി മഹല്ലി ജറിൻ അല്ലെങ്കിൽ ഇസ്മുൻ മജ്റൂറുൻ ബി. പിന്നെ റിയാൽ എന്നുള്ളത് തമീസുൻ മൻസൂബിനാണ് അല്ലേ. അന മുഹാമിൻ അമ ലോയർ. അന ഇസ്മുൽ ضمير منفصل مبني على السكون في محل رفع مبتدا. മുഹാമിൻ എന്ന് പറഞ്ഞാൽ ഖബറുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽ ദമ്മത്തുൽ മുഖദ്ദറത്തു അലൽ യാഇൽ മഖ്ദൂഫത്തി കളയപ്പെട്ട യാ ഇമ്മേലിട്ടാ. ശ്രദ്ധിക്കണം കേട്ടാ. കണ്ടോ മുഹാമിൻ. ഇതന്നെയാണ് നിങ്ങൾക്ക് നാളേക്കുള്ള ഹോംവർക്ക്. ആലോചിച്ച് ചെയ്യണം കേട്ടോ നാളത്തെ ഹോംവർക്ക്. ഈ പിന്നെ നിങ്ങൾ മൻകൂസ് മക്സൂറ് ശരിയാവും. മൻകൂസ് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരണം. അപ്പം അത്രയും മതി കേട്ടോ.